മറ്റൊരു വാർത്തയിലേക്ക്. ഉത്തരാഖണ്ഡ് ഹിമപാതത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവ്. ജോഷിമഠ് സബ് ജില്ലാ മജിസ്ട്രേറ്റിനാണ് അന്വേഷണ ചുമതല. തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ താമസ സൗകര്യത്തിലടക്കം അന്വേഷണം നടക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഏതാണ്ട് 8ഓളം തൊഴിലാളികൾ മരണപ്പെട്ട ഒരു ഹിമപാതമായിരുന്നു അവിടെ സംഭവിച്ചത്. ധാരാളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഉന്നത മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവ് വന്നിരിക്കുന്നത്. എന്താണ് മറ്റു വിശദാംശങ്ങൾ? സിന്ധൂര്, തീർച്ചയായും ഫെബ്രുവരി 28-നാണ് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലുള്ള മനയിൽ ഇത്തരത്തിലൊരു ഹിമപാതം ഉണ്ടാവുകയും 8 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. 46 പേർക്ക് കാര്യമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചമോലി ജില്ലാ മജിസ്ട്രേറ്റ് സന്ദീപ് തിവാരി ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മജിസ്ട്രേറ്റ് തല അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ജോഷിമഠ് സബ് ജില്ലാ മജിസ്ട്രേറ്റിനാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 28-ന് ഉണ്ടായിട്ടുള്ള ഈ അപകടം ഈ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു അപകടമാണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. എന്തായാലും ഈ 8 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്, അതോടൊപ്പം ജീവൻ രക്ഷിക്കുന്നതിനും അപകടത്തിൽ നിന്ന് അവരെ സുരക്ഷ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ നേരത്തെ അഭാവം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കും. അതോടൊപ്പം ഈ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താമസ സൗകര്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും പ്രത്യേകമായി പരിശോധിക്കും എന്നതാണ് ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 ആഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിട്ടുള്ള തൊഴിലാളികളെയും അതോടൊപ്പം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തൊഴിലാളികളുമായും ഈ ഉദ്യോഗസ്ഥർ സംസാരിക്കും. അതോടൊപ്പം BRO ഉദ്യോഗസ്ഥരും മറ്റു ജീവനക്കാരുമായും ഒക്കെ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ അപകടം സംഭവിച്ചിട്ടുള്ള സ്ഥലം കൃത്യമായി പരിശോധിക്കാനും 15 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. സിന്ധൂരി. വ്യക്തമാണ് അബ്ദുൾ റഷീദ്. ഉത്തരാഖണ്ഡ് ഹിമപാതത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ജോഷിമഠ് സബ് ജില്ലാ മജിസ്ട്രേറ്റിനാണ് അന്വേഷണ ചുമതല. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.